എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നലത്തെ വ്ളോഗ് ഫ്രൈഡേ റോജർ വരുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ജോലികളെല്ലാം അങ്ങനെ ചെയ്യുന്നു. നമ്മളൊരു ഇൻഫ്ലുവൻസർ, കണ്ടൻറ് ക്രിയേറ്റർ, യൂട്യൂബർ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മളോട് അനുകൂലമായി നിൽക്കുന്ന, അങ്ങനെ അനുകൂലമായിട്ട് കമൻ്റ് ഇടുന്ന ആളുകളുടെ അടുത്ത് കൂടുതൽ സ്നേഹവും വിയോജിപ്പ് വന്ന് ഇതിലൂടെ കമൻ്റ് ഇടുന്ന ആളുകളോട് ഒരു വെറുപ്പമൊക്കെ തോന്നുക സ്വാഭാവികമാണല്ലേ. പക്ഷേ നമ്മളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്ന് കഴിയുമ്പോൾ ഇത് രണ്ടും നേരിടാനായിട്ടുള്ള മനസ്സ്, ആ ഒരു സഹിഷ്ണുത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളും ഉണ്ട് കേട്ടോ. പക്ഷെ ഭൂരിഭാഗം യൂട്യൂബേഴ്സും നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾക്കെതിരെ വല്ലാതെ റിയാക്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ നെഗറ്റീവായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയിട്ട് അങ്ങനെ അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് കൂടുതലും ആളുകളുടെയും ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയെന്ന് പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് നെഗറ്റീവ് കമൻസ് അങ്ങനെ വരാറില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നത്. നെഗറ്റീവ് കമൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മാനസികമായിട്ടൊക്കെ നല്ല ഡൗൺ ആയി പോവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും എന്നെ സംബന്ധിച്ച് അതിന് റിയാക്ട് ചെയ്യാതിരിക്കുക, റിപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇതൊരു ടൈം പാസും ഒപ്പം നമ്മളുടെ ഒരു പോക്കറ്റ് മണി, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ. കുട്ടികളെല്ലാവരും കൂടി വലുതായി കഴിയുമ്പോഴേ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അതായത് കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകണമല്ല, വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, പപ്പയാണെങ്കിലും നാട്ടിലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളങ്ങോട്ട് ഒറ്റപ്പെട്ടു. അന്ന് റൂബിയൊന്നും എനിക്കില്ല. അങ്ങനെയാണ് കുറച്ച് നാളുകൾ നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് റൂബിനെയൊക്കെ മേടിക്കണത്. റൂബിനെ മേടിച്ച് കഴിഞ്ഞിട്ടാണ് റൂബിനെ ആഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരണത് കേട്ടോ. ആ ഒരു 7 വർഷം മുൻപുള്ള ആ ഒരു ആഗസ്റ്റ് മാസം റൂബി വന്നതിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 7-ാം തീയതിയാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2018 ആഗസ്റ്റിൽ റൂബി വന്ന്, ആ ആഗസ്റ്റിലായിരുന്നു വെള്ളപ്പൊക്കം വന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അങ്ങോട്ട് 1 മാസം മാത്രമാണ് മോണിറ്റൈസ് ആകാൻ വേണ്ടി വന്നത്. ഈ 1 മാസത്തിനുള്ളിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ്, 1000 അല്ല, ഒരു 15,000-ഓളം സബ്സ്ക്രൈബേഴ്സും പെട്ടെന്ന് തന്നെ മോണിറ്റൈസായി. പിറ്റേ മാസം തന്നെ എനിക്ക് റവന്യൂ കിട്ടി തുടങ്ങി. ഇപ്പോൾ ഈ ഒരു 7 വർഷക്കാലം ആയിട്ട് 1 മാസം പോലും റവന്യൂ കിട്ടാതെ എനിക്ക് ഇരുന്നിട്ടില്ല. അത് ചിലപ്പോൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റവന്യൂ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലാണ് എന്തെങ്കിലും നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവുക. ഏറെക്കുറെ ഒരു 11 മാസമായപ്പോൾ തന്നെ 100K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 1 കൊല്ലമൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മുടെ കയ്യിൽ വന്നത്. 11 മാസമൊക്കെ ആയപ്പോഴത്തേക്കും 100K ആയിട്ടുണ്ടായിരുന്നു. 100K ആകാനായിട്ട് 11 മാസം മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 7 വർഷം എന്ന് പറയുമ്പോൾ ഈ 6 വർഷത്തിൽ എനിക്കാകെ 64K മാത്രമാണ് പിന്നെ കൂടിയേക്കുന്നത്. 164 എത്രയോ K ഉള്ളു ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സ്. ആ ഒരു 100K വരെ ഓടി ഇങ്ങോട്ട് പോയി. പിന്നെ അത് അങ്ങനെ കിടപ്പാണ്. അപ്പോൾ അത് പിന്നെ കുഴപ്പമില്ല. എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കിട്ടി. അപ്പോൾ ഞാൻ ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ രാവിലത്തെ ജോലികൾ, ക്ലീനിങ്ങും, നമ്മുടെ കുളിമുറിയുടെ ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ്, അതിൻ്റെ സ്റ്റാൻഡുകളും എല്ലാം വെള്ള ചെയ്തുകൊണ്ട് തന്നെ അത് ആഴ്ച ദിവസമെങ്കിലും കഴുകി വെച്ചിട്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ അഴുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൂളി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ കുറച്ചധികം നേരമായിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് തലേദിവസത്തത് ഫ്രിഡ്ജിൽ ഉണ്ട്. റോജർ വന്ന ആ ദിവസം കുറേ അധികം പുട്ടുണ്ടാക്കിയിട്ട് ബാക്കി വന്നെന്ന് പറഞ്ഞില്ല, അതുണ്ട്. പിന്നെ ഇത്തിരി മുട്ടയും ഏത്തപ്പഴവും എല്ലാം കൂടി പുഴുങ്ങിയിട്ട് അതും പാലും. അപ്പോൾ നമ്മുടെ റയൻ ഏതായാലും വേണ്ട, ഞാൻ പിന്നെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യും. പപ്പക്ക് പുട്ടുണ്ട്, ആ ഏത്തപ്പഴം പുഴുങ്ങിയതും ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സിമ്പിളായിട്ടാണ് രാവിലത്തെ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ നമ്മൾ അന്നത്തെ ചാളയുടെ ബാക്കി ഒരു 3 ബോക്സിലാണ് വെച്ചിട്ടുള്ളത്. 2 ബോക്സ് തീർന്ന് 1 ബോക്സ് ഉണ്ട്. അപ്പോൾ ഏതായാലും മീനൊന്നും ഇന്ന് വരാത്ത സ്ഥിതിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുവന്നില്ല. അപ്പോൾ ആ ചാളെടുത്തിട്ട് ഒന്ന് പീര പറ്റിക്കാമെന്നൊക്കെ വിചാരിച്ച് അതും പിന്നെ ഇത്തിരി അച്ചിങ്ങ എടുത്തിട്ട് അതും കൂടി ഒന്ന് ആക്കി വെക്കാം.
പിന്നെ തലേ ദിവസം ബീഫ് കറി റോജർ വന്ന് അന്ന് ഉണ്ടാക്കിയ ആ ബീഫ് കറിയില്ലേ, ആ ബീഫ് കറിയുടെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തലേദിവസം ഇത് ചിക്കൻ മന്തിയല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ബീഫ് കറി ഇവർ റയൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. റയന് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് മമ്മി അതുണ്ടാ എന്നിങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത് എന്തായാലും രണ്ടാൾക്കും കൂടിയിട്ട് അതങ്ങനെ കൊടുക്കാം. അപ്പോൾ അവർക്ക് ആ ഒരു ബീഫ് കറിയും പിന്നെ ചാള പീര വറ്റിച്ചതും അച്ചിങ്ങ ഒക്കെ ആകുമ്പോഴത്തേക്കും മതി. അപ്പോൾ പപ്പക്കൊട്ടും തന്നെ ഇഷ്ടമില്ലാത്തതാണ് ചാള പീര വറ്റിച്ചത്. എങ്കിലും ഇന്നിപ്പോൾ അതേ ഉള്ളു. പപ്പക്കും അറിയാം മീനിപ്പോൾ കിട്ടണില്ലെന്നുള്ളത് അറിയാം. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇന്നങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല അച്ചിങ്ങയായിരുന്നു കേട്ടോ, നല്ല ഇളയ അച്ചിങ്ങ, അതും നല്ല ടേസ്റ്റുള്ള അച്ചിങ്ങ. ചില അച്ചിങ്ങ കാണുമ്പോൾ നല്ലതായിരിക്കും, പക്ഷേ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒട്ടും രുചി ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ വെച്ചാലും രുചി ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ല സൂപ്പർ അച്ചിങ്ങയായിരുന്നു. പിന്നെ ചാള വറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് ചതച്ചൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പീരയും പിന്നെ ഓട്ടുപുളിയൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഈ ചതച്ചത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വേപ്പില എല്ലാം കൂടി ഇട്ട് ചാളയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് അതവിടെ മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ട് അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയും അതിനകത്തുനിന്ന് ഇങ്ങനെ വരും. അപ്പോൾ കുറച്ചധികം വെള്ളത്തിൽ കിടന്ന് വേഗം തന്നെയാണ് ഒരു തൃപ്തിയായിട്ട് തോന്നിയത് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ വെച്ച് ശീലമില്ല. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെക്കാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേണ്ടി മാത്രം ഞാൻ വെക്കാറില്ല. ഇപ്പോൾ പിന്നെ കുട്ടികൾ തിന്ന് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓട്ടുപുളിയൊക്കെ നേരത്തെ തന്നെ അതിനകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പുളി ഇളകട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി ഇളക്കി കൂട്ടി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നോക്കണ്ട. ഇന്ന് ഞാൻ വേറെ പാചകമൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി വൈകുന്നേരം ഒരു ചായ ഇട്ടാൽ മതി. കുറച്ച് സ്നാക്സൊക്കെ അത് ഇതൊക്കെ ഇട്ടുണ്ട്, ബ്രെഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ റൂബിക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. അത് വേവിച്ച് വെച്ചേക്കണത് അതൊക്കെ ഒന്നെടുത്ത് കൊടുക്കണം. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചക്കത്തെ ജോലി. കാരണം രാവിലെ തന്നെ ഒരുവിധം ജോലികൾ തീർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീഡിയോൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇല്ലേ, തലേ ദിവസമൊക്കെ അല്ലെങ്കിൽ 2 ദിവസം മുൻപേയൊക്കെ ചെയ്ത് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇത്തിരി ഫ്രീ ആയിരിക്കും. ഇന്നിപ്പോൾ അങ്ങനെ രാവിലെ കുറച്ച് ഫ്രീ ആയതുകൊണ്ടാണ് രാവിലെ തന്നെ കുറേ ജോലികൾ എനിക്ക് തീർക്കാൻ പറ്റിയത്. അല്ലെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുത്തു കഴിയുമ്പോൾ ചില സമയത്ത് 8:30 മണിയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഓടിച്ചെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വേഗം പപ്പക്ക് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് അതിന് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറേ പണിയാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെ എനിക്ക് ചെയ്തു വെക്കാൻ സാധിക്കും. ചിലപ്പോൾ ഈ തിരക്കായി പോകും. അതെനിക്ക് ഒരു മൂഡുണ്ടാവില്ല ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഇട്ട് പോണത്, ചെയ്യാതെ ഇട്ട് പോകണം. പക്ഷേ നമ്മൾ വീഡിയോ ഇടാത്ത ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ഒരു ശൂന്യത പോലെ തോന്നും കേട്ടോ. നമ്മൾ എപ്പോഴും വീഡിയോകൾ ഇട്ടിട്ട് ഇടാതിരിക്കുമ്പോൾ, അതായത് നമ്മളൊരു ജോലി ചെയ്തിട്ട് ആ ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മൂഡ് ഓഫ് ഇല്ലേ, അതെനിക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലതവണ ഞാൻ ചാനൽ നിർത്തണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാനൽ നിർത്താനാണ് തോന്നണത്. പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ തോന്നാറില്ല. കാരണം നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ശോകമായി പോകുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാളൊക്കെ അങ്ങനെ പോകാനായിട്ട് ദൈവം അനുവദിച്ച്, അതുകൊണ്ട് അങ്ങനെ പോയി എന്ന് വേണം പറയാനായിട്ട്. നമ്മളെത്ര തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുമല്ലേ, ആഗ്രഹിച്ച് കിട്ടാതെ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും സത്യത്തിൽ. പിന്നെ നമ്മൾക്ക് ആ ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകും. പക്ഷേ വിചാരിക്കാത്ത സമയത്ത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ അങ്ങേ അറ്റത്തതായിരിക്കുള്ളൂ നമുക്ക് കയ്യിൽ വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറന്നാലും ദൈവം മറക്കൂലെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ദൈവം മറന്നിട്ടുണ്ടാവില്ല. നമ്മൾ ആഗ്രഹിച്ചത് ആ സമയത്ത് നമ്മളുടെ കൈ കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞ പോലെ ചാനൽ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ദൈവം അതിനുള്ള സമയം ആക്കി നമുക്ക് തരുമ്പോഴേ നമുക്ക് നിർത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത് എനിക്കും മനസ്സിലായി. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. റെസ്റ്റ് ചെയ്യാൻ വന്നതാ റൂബി കൊച്ചിന് അരിശം കയറി. കാരണം ഞാൻ റൂബി കൊച്ചു മാത്രമേ ഇവിടെ പാടുള്ളൂ എന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ റോജറാണെങ്കിൽ ഭയങ്കര കുശുമ്പ് കാണിക്കും റൂബിനോട്. അവൻ പറയും, എടാ ഇത് ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് ഞങ്ങൾ തന്നെ കിടക്കും, നീ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അറ്റത്ത് കൊണ്ടേ കിടത്തിയേക്കണേണ് കേട്ടോ. അവൾ സഹിച്ച് കിടക്കണേണ്. അങ്ങനെ ചേട്ടന്മാരെയും അവൾക്ക് ഇഷ്ടമാണല്ല, അപ്പോൾ അവളങ്ങനെ സഹിച്ച് കിടക്കണേണ്. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ കിടന്ന് പിന്നെ ഏതായാലും ചായ ഇടണമല്ലോ. അങ്ങനെ ചായ ഇടാൻ വേണ്ടിയിട്ടൊക്കെ എഴുന്നേറ്റ് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നടക്കാനൊക്കെ പോകണതിന് മുമ്പ് ജോലികളൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ചായ ഇടാൻ വേണ്ടിയിട്ട് പാൽ ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് പാല് മേടിക്കാൻ ഞാൻ ബ്ലിങ്കിറ്റിൽ നോക്കിയപ്പോൾ പാല് മാത്രമായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് പൈസ കുറവല്ലേ, 200 രൂപയ്ക്കെങ്കിലും മേടിക്കണം. അപ്പോൾ റൂബിയുടെ ബിസ്ക്കറ്റ് തീർന്നിരിക്കണമായിരുന്നു. അന്നേ പിന്നെ ബിസ്ക്കറ്റ് കൂടി മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബ്ലിങ്കിറ്റിൽ റൂബിയുടെ ഈ ബിസ്ക്കറ്റില്ല, വേറൊരു ബിസ്ക്കറ്റാണ് ഉള്ളത്. അന്നേ പിന്നെ ഇൻസ്റ്റാമാർട്ടിൽ നോക്കാമെന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ റൂബിയുടെ ബിസ്ക്കറ്റ് അവിടെ ഉണ്ട്, പക്ഷേ അവിടെ പാലില്ല. പക്ഷേ അപ്പോൾ നമ്മൾ ഈ നന്ദിനി പാല് ടെട്രാ പാക്കിൽ വരുന്നത് 1/2 ലിറ്റർ മേടിച്ച്. ഇത് ഭയങ്കര വില കൂടുതലാണ്. നേരത്തെ റിച്ചാർഡുള്ള സമയത്ത് ഇത് മേടിക്കുമായിരുന്നെങ്കിലും എനിക്കിത് അത്ര തൃപ്തിയല്ല. ഒന്നാമത്തെ കാര്യം, സാധാരണ പാലിനെക്കാട്ടി ഒരു 10 രൂപ 11 രൂപ എന്തിന് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ 1/2 ലിറ്റർ മാത്രം മേടിച്ചാൽ മതി, നാളെ ഞാൻ എന്തായാലും ബ്ലിങ്കിറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റേ പാക്കറ്റ് പാല് മേടിക്കാം. അപ്പോൾ ഈ തൽക്കാല ആവശ്യത്തിന് ഒരു 1/2 ലിറ്റർ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു 1/2 ലിറ്ററിൻ്റെ പാലുകളുടെ ബിസ്ക്കറ്റും ഒക്കെ മേടിച്ച് കൂട്ടത്തിൽ ബ്രെഡ്. അപ്പോൾ ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡ് അവിടെ ഇരുന്നിട്ട് ഇത്തിരി പഴകിയിട്ട് ഒക്കെ ആയിരിക്കുള്ളൂ നമുക്ക് കിട്ടുക. ഇതങ്ങനെയല്ല, എപ്പം മേടിച്ചാലും ഫ്രഷ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ബ്രെഡ് കിട്ടും. അത് നമ്മൾ അറിയാതെ നമ്മൾ കഴിച്ചു പോകും. പക്ഷേ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബ്രെഡ് ഈ സെയിം ബ്രാൻഡാണെങ്കിൽ പോലും അതൊന്നും ഇരുന്ന് പഴകിയ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അങ്ങനെ ബ്രെഡൊക്കെ മേടിച്ച്, പപ്പട ഇഷ്ട വിഭവമാണല്ലോ ബ്രെഡ്, പ്രത്യേകിച്ചും ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പപ്പ മാത്രമല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും ബ്രെഡ് ഓട്ടോമാറ്റിക്കായിട്ട് കഴിച്ചു. ആ ബ്രെഡ് ഒരു പീസ് കഴിച്ചാൽ മതി, നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. അങ്ങനെ റൂബിക്ക് 2 ബിസ്ക്കറ്റൊക്കെ കൊടുക്കാൻ പറഞ്ഞ് ബിസ്ക്കറ്റ് കൊടുത്തിട്ടൊന്നും അവൾ കഴിച്ചൊന്നുമില്ല കേട്ടോ. അവൾക്ക് അതിൻ്റേതായ സമയത്തെ അവൾ സന്തോഷത്തോടുകൂടി കഴിക്കണം. ഇപ്പോൾ ഏതായാലും ചേട്ടന്മാർ കയറി കട്ടിലിൽ അവളുടെ സ്ഥാനം കളഞ്ഞേക്കണ സ്ഥിതിക്ക് ഇപ്പോൾ അവൾ കഴിച്ചില്ല. പിന്നെ നമ്മൾ പ്രയറിൻ്റെ ടൈമിൽ അവൾക്ക് ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രയർ ടൈമിൽ ഫുഡ് കഴിക്കാതെ വെച്ചതൊക്കെ എടുത്ത് അവിടെ വെച്ചാൽ മതി, അവൾ താനെ എടുത്ത് കഴിക്കോട്ടെ. അങ്ങനെയാണ് പ്രയർ ടൈം എന്ന് പറയുമ്പോൾ ഒക്കെ ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഫുഡ് രാത്രി വരെ ഇരുന്നാലും ആൾ കഴിക്കൂല. ആ സമയത്ത് ആ ഒരു ദിവസങ്ങളിൽ ഞാൻ പറയും പ്രയർ ടൈമിൽ കൊടുക്കാം, ആ സമയത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവൾ കഴിക്കും. ഏതായാലും ഇപ്പോൾ അവൾ കഴിക്കാൻ പറ്റിയൊരു മൂഡിലല്ല. അങ്ങനെ ഞാൻ ഏതായാലും ചായ ഇടാൻ പോയി. അപ്പോൾ ചായ മാത്രം ഇട്ടൊന്ന് ഇട്ടിട്ട് പിന്നെ പാല് കാച്ചിയിട്ട് അതിനകത്തേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഞാൻ ഈ ചായ ഇടുമ്പോഴൊക്കെ ഞാൻ ഓർക്കണൊരു കാര്യമുണ്ട്. പപ്പയുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് എനിക്ക് ചായ ഇടാനാ മുട്ട പൊരിക്കാനാ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതുപോലും അറിയില്ല. അപ്പോൾ ഒരു ദിവസം പപ്പയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അന്ന് ഇന്ന് നീ ചായ ഇടെന്ന് പറഞ്ഞ്. ഞാനങ്ങോട്ട് ചായ ഇട്ടതാ, അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ ആ വെള്ളത്തിലേക്ക് ഞാൻ ചായപ്പൊടി അങ്ങോട്ട് എടുത്തിട്ട് കണക്കൊന്നും അറിയില്ല, ചുമ്മാ എടുത്തങ്ങോട്ട് ഇട്ട് അത് മൊത്തത്തിൽ തിളച്ച് തൂവി താഴേക്ക് പോയി. കാരണം ഒരു കുഞ്ഞു കലത്തിലാണ് അവിടെ ചായ ഉണ്ടാക്കുന്നത്. അത് ഇങ്ങനെ നിറയെ ഇങ്ങനെ ഉണ്ടാവും വെള്ളം, ഒറ്റ ആ കുഞ്ഞിക്കലം നിറയുണ്ട്. അതങ്ങനെ തന്നെ തൂവി താഴേക്ക് പോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് ചായ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല എന്ന്. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ നമുക്കെല്ലാം പഠിക്കാൻ സാധിക്കും. നമ്മൾ മനസ്സ് വെക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ തുടങ്ങിയാൽ അറിയില്ല തന്നെ. പക്ഷെ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേതായാലും ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ തന്നെയും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് ചായ ഇട്ട്, അപ്പോൾ ഗുഡ് ലൈഫിൻ്റെ ആ ഒരു പാല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കി ഫ്രിഡ്ജിൽ വെക്കണം. 2 ദിവസത്തിനുള്ളിൽ എടുത്ത് തീർക്കുകയും ചെയ്യണം. അത് പൊട്ടിക്കാത്തടത്തോളം കാലം നമുക്ക് പുറത്ത് തന്നെ വെക്കാം, റൂം ടെമ്പറേച്ചറിൽ വെക്കാം. അപ്പോൾ ബാക്കി വളരെ കുറച്ചേ ഉള്ളൂ, അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി. ഇനി പിറ്റേ ദിവസം നമ്മൾ എന്തായാലും മിൽമയുടെ പാല് മേടിക്കും. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബ്രെഡ് കഴിച്ച്, നല്ല സോഫ്റ്റ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ റയനും റോജറും പപ്പയും ഞാനും ഒക്കെ കഴിച്ചേട്ടാ. അപ്പോൾ കുട്ടികൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഏതായാലും ഇതൊന്ന് പുകച്ച് വെച്ചേക്കാം, നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങനെ പുകച്ചു. അപ്പോഴേക്കും ഇവർ കഴിച്ചിട്ടൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നിറയെ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിച്ചണിൽ സാധനങ്ങൾ അതെന്ന് വെച്ച് കിച്ചണൊന്ന് ഒതുക്കി കറികളൊക്കെ ഒന്ന് മാറ്റി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളും കഴുകി ഒതുക്കിയിട്ട് നടക്കാൻ പോകാമെന്ന് വെച്ച്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നടന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഒരുപാട് ജോലികൾ എന്നെ കാത്ത് കിടക്കും. അതും എനിക്ക് ടയേർഡായിട്ടായിരിക്കുള്ളൂ വരണത്, പിന്നെ ജോലികൾ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വേഗം അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ടേബിളും മേലിൽ നിറയെ ബ്രെഡിൻ്റെ പൊടിയായിരുന്നു. അപ്പോൾ അതെല്ലാം ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം പിന്നെ കിച്ചണിൽ നമ്മൾ കറി മാറ്റി എടുത്ത് വെക്കാനുള്ളത്, ഇനിയിപ്പോൾ ഈ കറി ഇന്ന് തന്നെ തീരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ചെറിയ ബൗളിലേക്ക് മാറ്റി വലിയ പാത്രങ്ങൾ എല്ലാം കഴുകി ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ അടുക്കള ഒതുക്കുക എന്ന് പറയുമ്പോൾ
ഇതുപോലെ വലിയ പാത്രത്തിൽ കുറച്ച് കറി വെച്ചിട്ട് കുറച്ച് കറി മാത്രം ഇട്ട് അതിൻ്റെ അടിവശത്ത് കിടക്കും. എങ്കിലും ആ ഒരു പാത്രം അവിടെ തന്നെ വെച്ചേക്കും. ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു കാര്യം. അതെത്രയും പെട്ടെന്ന് അതിനെ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി വലിയ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക. അതൊക്കെയാണ് കിച്ചൺ ഒതുക്കൽ എന്നൊക്കെ പറയണത്. പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വിനാഗിരിയും വെള്ളവും പിന്നെ കുറച്ച് ഏതെങ്കിലും ഇപ്പം ഞാൻ തുണി കഴുകണ ലിക്വിഡ് ഇതിനകത്തിടും. ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിഷ് വാഷ് ചെയ്യുന്ന ലിക്വിഡില്ലേ, ഡിഷ് വാഷ് ലിക്വിഡ്, അത് ഇട്ടാലും മതി. ഇപ്പം ഞാൻ ആ ലിക്വിഡ് മേടിക്കാറില്ല. എനിക്കത് പറ്റാറില്ല. എനിക്കെപ്പോഴും ഈ ബാർ യൂസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആ ലിക്വിഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡിറ്റർജൻറ്റിൻ്റെ ലിക്വിഡ് കുറച്ചൊന്ന് ഒഴിക്കും. എന്നിട്ടാണ് ഇത് സ്പ്രേ ചെയ്ത് എല്ലാ സ്ഥലത്തും നല്ല പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണെല്ലാം ഒതുക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷമാണ് ഞാൻ വേഗം ഡ്രസ്സ് മാറി പുറത്തേക്ക് നടക്കാൻ പോയത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ഒതുക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ച് റോജറിനൊരിത്തിരി വെള്ളം ചൂടാക്കിയത് എടുത്ത് ഫ്ലാസ്കിലേക്കും വെച്ചേക്കാമെന്ന് വിചാരിച്ച് വെള്ളം ചൂടാക്കാൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഏറെക്കുറെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചിട്ട് അവനങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച്. സാധാരണ റോജർ ഇവിടെ ഉള്ള സമയത്ത് മാത്രമാണ് കെറ്റിൽ ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്. 2 കെറ്റിൽ എൻ്റെ കയ്യിലുണ്ട്. ഇത് 2 അലമാരിയിൽ വെച്ച് ഇപ്പോൾ പൂട്ടിയേക്കണേണ്. നമ്മളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒട്ടും തന്നെ സ്പേസ് ഇല്ല കുറേ സാധനങ്ങൾ നിരത്തി വെക്കാൻ. ഇപ്പോൾ തൽക്കാലം എടുത്ത് അത് ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ മാറ്റി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലം കൗണ്ടർ ടോപ്പിൽ കുറവാണ്. അപ്പോൾ ഇത്തവണ ഒരാഴ്ചയിലെ റോജർ ഉള്ളതെന്ന് വിചാരിച്ച് ഞാൻ കെറ്റിലെടുത്തില്ല. ഇതുപോലെ വെള്ളം ചൂടാക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒരു കുപ്പിയിൽ സാധാരണ വെള്ളവും ഒരു കുപ്പിയിൽ തിളച്ച വെള്ളമായിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ടൊരു ഗ്ലാസ് അവൻ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് മിക്സ് ചെയ്ത് കുടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിളച്ച വെള്ളം മാത്രമാണെങ്കിൽ അങ്ങനെയും കുടിക്കാം. അപ്പോൾ റോജറിൻ്റെ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ നമ്മളുടെ റയൻ കൊച്ച് സ്വന്തമാക്കിയേക്കണേണ്. ഇപ്പോൾ റയനാണ് അതിനകത്ത് വെള്ളം കുടിക്കുന്നത്. റയന് സാധാരണ വെള്ളം കുടി കുറവുള്ള ആളാണ്. ഇപ്പോൾ ആ 2 ലിറ്ററിൻ്റെ ബോട്ടിലിൻ്റെ ആ ഒരു കണക്ക് കിട്ടിയേക്കുന്നതുകൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ കുടിച്ച് തീർക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടർ ടോപ്പിൽ സ്ഥലമില്ലെങ്കിലും എനിക്ക് ഈ മിക്സർ അവിടെ നിന്ന് മാറ്റാൻ, സ്റ്റാൻഡ് മിക്സർ അവിടെ നിന്ന് മാറ്റാൻ തോന്നല്ല കേട്ടോ. അത് ആ കിച്ചണിൽ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയാണ് കിച്ചൺ കാണാനെന്ന് എനിക്ക് എപ്പോഴും തോന്നും. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഉപയോഗിച്ചില്ലെങ്കിലും ഇപ്പോൾ നമ്മളുടെ ഇത് മിക്സി ഒരു സൈഡിലേക്ക് നീക്കിയിട്ട് ഇപ്പോൾ അതാണ് ഞാനിവിടെ വെച്ചേക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അതേ 7 മണിയാകാൻ പോണ്. ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണേന്. അപ്പം ഞാൻ നേരത്തെ ജ്യോതിയുടെ വർക്കൗട്ട് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. കാരണം ചെറിയൊരു ഷോട്ടെങ്കിലും ഞാൻ കാണിക്കാറുണ്ട് പണ്ട്. കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെയും അങ്ങനെ ചെയ്യണം, ആരോഗ്യം നോക്കണം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഞാൻ നടക്കുന്ന സമയത്ത് ഞാനത് ഒന്ന് കാണിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് എനിക്കും ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ വരാൻ, നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴാണല്ലോ നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു തോന്നൽ, ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷന് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഞാനും മടിച്ചിയാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് ഞാൻ നിർത്തും. ഞാൻ ക്ഷീണിക്കുന്നു, കുറച്ച് ഒരു റെസ്റ്റ് എടുക്കണം, ബ്രേക്ക് എടുക്കണം, ഇതൊക്കെ ഞാനും പറയൂ കേട്ടോ. കാരണം നമ്മളൊരു മെഷീനൊന്നും അല്ലല്ലോ കണ്ടിന്യൂസ് ഒന്ന് തന്നെ ചെയ്തിരിക്കുക. നമ്മളുടെ റുട്ടീൻ മാറി മറിഞ്ഞും വരും. വീട്ടിലെ സാഹചര്യങ്ങളനുസരിച്ച് റുട്ടീൻ മാറി മറിഞ്ഞും വരും. ഇപ്പം എനിക്ക് സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ നടക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സാഹചര്യം മാറുമ്പോൾ ഇത് നിർത്തേണ്ടി വരും, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ നടക്കാനൊക്കെ പോയി 3/4 മണിക്കൂർ നടന്ന്. ഇന്നിപ്പോൾ ലൈറ്റ് അവിടെ വന്നിട്ടില്ല. കാരണം ആ ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞ ചെറുക്കൻ ഇന്ന് ലേറ്റായിട്ടാണ് വന്നത്. 6 മണിക്ക് ഓൺ ചെയ്യേണ്ട ലൈറ്റ് 7 മണിക്കാണ്. 7 മണി അതായത് ഞാനങ്ങോട്ട് ഇറങ്ങിയങ്ങോട്ട് തിരിഞ്ഞ് നടന്നതാണ് ലൈറ്റ് ഓൺ ആയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇരുട്ട് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് തോന്നി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും കണ്ണ് കാണില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളുടെ അതിൻ്റെ ചുറ്റും നിറയെ ലൈറ്റുകളാണ് കേട്ടോ. ഗ്രൗണ്ടിൻ്റെ അകത്തുമുണ്ട്, ഗ്രൗണ്ടിൻ്റെ ചുറ്റും നിറയെ ലൈറ്റ് ഉണ്ട്, പിന്നെ സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട്. അങ്ങനെ നല്ല വെളിച്ചം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം 1 മണിക്കൂർ ആ ചെറുക്കൻ എവിടെയോ പോയിട്ട് വന്നപ്പോൾ ലേറ്റായിട്ടുണ്ടാകാം. അങ്ങനെ ഞാനങ്ങോട്ട് നടന്നത് അപ്പോൾ തന്നെ ഓണായിട്ടാണ് ലൈറ്റ്. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിലും റൂബിയും പപ്പയും കൂടി അവിടെ ഞാൻ വരണവരെ പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളുടെ അവിടെ നടക്കണതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ചുമ്മാ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അഗാറോൻ്റെ ഒരു ഹെയർ ഡ്രയർ മേടിച്ചതാണ്. അപ്പോൾ അത് അധികം വിലയില്ല, നല്ല പവർഫുള്ളുമാണ്. പിന്നെ അതിന് ശേഷം നമ്മളുടെ പ്രയറാണ് ഈ നടക്കുന്നത്.
അപ്പോൾ ഇന്ന് നടന്നു കഴിഞ്ഞ് പിന്നെ അവിടെ ഇത്തിരി നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് നേരം പോയതുകൊണ്ട് വന്ന ഉടനെ പ്രയർ ചൊല്ലി. എനിക്ക് മസാജ് ചെയ്ത് തരാൻ വേണ്ടി റയൻ അവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ മസാജ് ചെയ്യാനും ഇരുന്ന്. അപ്പോൾ ഈ മസാജിങ് എന്ന് പറയുമ്പോൾ റൂബി എൻ്റെ അടുത്ത് നിന്ന് മാറില്ല. അവൾക്ക് എന്നെ മുട്ടി തന്നെ ഇരിക്കണം. അവൾ വന്ന് നടുക്കിരിക്കും. അപ്പോൾ ഇവൻ അരിശം കയറുമ്പോൾ ദേ റൂബിക്ക് മസാജ് വെച്ച് കൊടുക്കും. ഇപ്പം മസാജ് സ്ഥിരം റൂബിക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അത് യൂസ്ഡായി. അവൾക്ക് വലിയ സന്തോഷമാണ്. അവളും അത് ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ റയനും കുറച്ച് നേരമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല രസമാണ് ഇത് വെച്ച് മസാജ് ചെയ്തിരിക്കാനായിട്ട്. ആരെങ്കിലും ചെയ്ത് തന്നെയാണെങ്കിൽ നല്ലൊരു സുഖമുണ്ട്. പിന്നെ നമുക്ക് ഒറ്റക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ സംഭവം കിട്ടിയിട്ട് പിന്നെ മിക്ക ദിവസം ഇത് ഉപയോഗിക്കണം. അപ്പോൾ റൂബിക്ക് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് അവൾക്ക് ഇക്കിളി വന്നിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മുഖമൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അത് ഇക്കിളിയായിട്ട് കാണിക്കുന്നതാണ്. അങ്ങനെ ഒരുവിധം റൂബിനെ മാറ്റി എനിക്ക് മസാജ് ചെയ്ത് തുടങ്ങി. അപ്പം നമ്മുടെ റോജർ നടക്കാൻ പോയേക്കണേ കേട്ടോ. റോജറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് റോജർ അപ്പുറത്തെ ഗ്രൗണ്ടിലാണ് പോണത്. വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു 5 റൗണ്ട് ചുറ്റും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വീഴും, അത്രയും ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ നടന്ന് കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്രസ്സും ഷൂസും ഒക്കെ ഇവിടെ അത്ര ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായത് അഡ്ജസ്റ്റ് ചെയ്ത് പോയേക്കണേണ്. അപ്പോൾ ഈ ഷൂസൊക്കെ ടൈറ്റാണെന്നാണ് അവന് പറയണത്, വേറെ മേടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റോജറിൻ്റെ പുതിയ കമ്പനിയിൽ എല്ലാവരും തന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് അവൻ പറയേണ്ടായിരുന്നു. കാരണം അവരുടെ കോമ്പൗണ്ടിലൂടെ നടക്കുക, 7 നില കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറാനും ഇറങ്ങാനും ലിഫ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക, ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ ഇല്ലല്ല, അതുകൊണ്ടാണ് അവൻ നടക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്